ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഒരാളെ പരിചയപ്പെട്ട് കഴിയുമ്പോൾ അവരുമായിട്ട് കുറേ നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ നമുക്ക് അവരുടെ സ്വഭാവങ്ങൾ ചെറിയ രീതിയിലൊക്കെ മനസ്സിലാവുന്നുള്ളതാണ്. എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ ചെറുതായിട്ടേ നമുക്ക് അറിയാൻ പറ്റുള്ളത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് സാഹചര്യങ്ങളിലൂടെ നമ്മൾ അവരുടെ കൂടെ നിന്നേ പറ്റൂ. അതായത് ചില സാഹചര്യങ്ങളിൽ നമ്മൾ അവരുടെ കൂടെ ഉണ്ടെങ്കിൽ ശരിക്കുമുള്ള അവരുടെ സ്വഭാവം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് അത്തരം സിറ്റുവേഷൻസ് എന്നാണ് ഞാൻ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. അതായത് അവരുടെ തനി സ്വഭാവം മനസ്സിലാക്കാൻ പറ്റുന്ന, അതിനെ സഹായിക്കുന്ന കുറച്ച് സാഹചര്യങ്ങൾ. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ അവരെ ശ്രദ്ധിക്കുക. ആ സമയത്ത് ശരിക്കും അവരുടെ പെരുമാറ്റത്തിലൂടെ പുറത്തു വരുന്നതാണ് അവരുടെ യഥാർത്ഥ സ്വഭാവം എന്നുള്ളത് മനസ്സിലാക്കുക. അല്ലാത്ത സമയങ്ങളിൽ നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ അവർ വളരെ മാന്യമായ രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. സോ ആ സമയത്ത് നമ്മൾ ശരിക്കും പറ്റിക്കപ്പെടുകയാണ് ചെയ്യുക. അതായത് ഇതാണ് അവരുടെ ശരിക്കുമുള്ള ഒരു ക്യാരക്ടർ എന്നുള്ളത് നമ്മൾ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറയാൻ പോകുന്ന സാഹചര്യങ്ങൾ ഏതാണെന്നുള്ളത് നോക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ പെരുമാറ്റ രീതി എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇതിൽ ഒന്നാമത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ അവർ വഴക്കിടുന്ന സമയത്താണ്. അതായത് അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വഴക്ക് ആരെങ്കിലും ആക്കിയിട്ട് വരികയാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളായിട്ട് തന്നെയാണെന്ന് വിചാരിക്കാം. ചെറിയൊരു കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം വരുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നുണ്ടാവും, ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ടാവും. അപ്പൊ ആ സമയത്ത് അവരുടെ പുറത്തേക്ക് വരുന്ന സ്വഭാവ രീതി ഒന്ന് ശ്രദ്ധിക്കാം. മോശമായിട്ടാവും, സ്വാഭാവികമായിട്ടും മോശമായിട്ടല്ലേ വരിക. ചിലരെന്ന് പറയുമ്പോൾ വഴക്കിടുകയാണെന്നുണ്ടെങ്കിൽ മാന്യമായിട്ട് സംസാരിക്കുന്നവരുണ്ട്. അതായത് ഒരുപാട് ദേഷ്യപ്പെട്ട് സംസാരിക്കാതെ, മോശമായ വാക്കുകൾ യൂസ് ചെയ്യാതെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ആ വഴക്കിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷേ മറ്റു ചിലർ എന്ന് പറയുമ്പോൾ വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് ശരിക്കും അവരുടെ ആ ഒരു ജീവിതത്തിൽ അവരുടെ ഏറ്റവും മോശമായിട്ടുള്ള സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല സാഹചര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ വഴക്കിടുന്ന ആ ഒരു സാഹചര്യമായിരിക്കാം. ബിക്കോസ് ആ ഒരു സമയത്ത് അവരുടെ തന്നെ സ്വഭാവം പുറത്തു വരുന്നുള്ളതാണ്. അപ്പൊ ഈ വഴക്കിടുന്ന സമയത്ത് അവർ സംസാരിക്കുന്നത് വളരെ മോശമായ രീതിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളുടെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്ന പോലെ നല്ല ആൾക്കാർ ദേഷ്യപ്പെടുന്ന സമയത്ത് വളരെ മോശമാണ് എന്നുള്ളത്. മറ്റു ചിലരെ ഞാൻ പറഞ്ഞല്ലോ വളരെ സൗമ്യമായിട്ടും മാന്യമായിട്ടും കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട്. അവരുടെ ജീവിതത്തിലും അവർ ഇത്തരത്തിൽ ഉള്ള ഒരു മാന്യത കീപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഒരുപാട് സമ്മർദ്ദത്തിലിരിക്കുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. ഒരുപാട് ടെൻഷനും പ്രഷറൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവരോട് നിങ്ങൾ സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നോക്കാം. അതേപോലെ ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ചിലർ ഒന്നും സംസാരിക്കില്ല, ആരോടൊന്നും സംസാരിക്കില്ല. ചിലരെന്ന് പറയുമ്പോൾ എല്ലാ കാര്യത്തിനും തട്ടേനും മുട്ടേനും ഒക്കെ ദേഷ്യപ്പെടുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും അവരുടെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു സാഹചര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പരാജയത്തെ നേരിടേണ്ടി വരുന്ന സമയത്താണ്. അതായത് താൻ പരാജയപ്പെടാനായിട്ട് പോവുകയാണ് എന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലും ഇവരുടെ തന്നെ സ്വഭാവം പുറത്തു വരുന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ ചിലരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വഴക്കുണ്ടാക്കുന്ന കാര്യത്തിൽ തന്നെ പറയാം, ഇവര് മറ്റൊരാളുമായിട്ട് ഒരു തർക്കത്തിലോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ ചിലപ്പോൾ തർക്കം ആവണമെന്നില്ല എങ്കിലും ചെറിയ വാക്വ്യത്യാസങ്ങളിലൊക്കെ ഉണ്ടാവുന്ന ആ ഒരു കാര്യത്തിലൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ ആ സമയത്ത് താൻ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇവിടെ തനിക്കിപ്പോൾ പരാജയമാണ് ഉണ്ടാവുക, അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് വിജയിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു തെറ്റിനെ എടുത്ത് പറയുകയോ അതല്ലെങ്കിൽ ഇപ്പൊ ആരോടും പറഞ്ഞിട്ടില്ലാത്ത, പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യത്തെ ഇവർ കുത്തിപ്പൊക്കി എടുത്ത് പറയുകയോ അല്ലെങ്കിൽ തൻ്റെ തെറ്റ് മറ്റൊരാളുടെ തലയിൽ വെക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള താൻ തോൽക്കാൻ പോവുകയാണെന്ന് തോന്നുന്ന ആ ഒരു സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ആ സമയത്തും അവരുടെ ആ ഒരു സ്വഭാവം പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ ഒരു സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ഒരാളുടെ വിജയത്തെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയത്താണ്. അപ്പൊ നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ അസൂയുള്ള ആളുകൾ തന്നെയാണ്. അസൂയ എന്ന് പറയുന്നത് മനുഷ്യന് ഉള്ളൊരു സംഭവമാണ്. അത് വളരെ മോശമൊന്നുമല്ല. പക്ഷേ ഒരുപാട് അസൂയ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് തന്നെ അറിയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഓവർ ആയിക്കഴിഞ്ഞാൽ അത് കുറച്ച് മോശമാണ്. ഓവർ ആവാത്ത രീതിയിൽ നമുക്ക് ചെറിയ രീതിയിലൊക്കെ അസൂയൊക്കെ ആരോടെ വേണേലും തോന്നാം. അതൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ ഇങ്ങനെ മറ്റൊരാളുടെ വിജയത്തെ ഇവരെങ്ങനെ മുന്നിൽ കാണുകയാണ് അല്ലെങ്കിൽ മറ്റൊരാൾ വിജയിക്കുന്നത് ഇവരുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു സംഭവമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഇവർക്ക് എന്താണ് തോന്നുന്നത് അല്ലെങ്കിൽ ഇവരെന്താണ് ആ സമയത്ത് ചെയ്യുന്നത്, പറയുന്നത് എന്നുള്ളത് നോക്കുക. ചിലരെങ്ങനെയാണെന്നറിയോ,
ഇപ്പോൾ ഒരാൾ വിജയിക്കുന്ന സമയത്ത് ചിലർ അതിനെ വളരെ മോശമായ രീതിയിൽ പറയാറുണ്ട്. ഓ, അവൻ അങ്ങനെ ചെയ്തിട്ടാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇത്രയും തെറ്റുകൾ അവൻ ചെയ്തിട്ട് ഇത്രയും മോശമായ രീതിയിലൂടെയാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ അതിനെ മോശമായ രീതിയിലാക്കി പറയാൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ പുറത്തു വരുന്നത് ശരിക്കും ഈ പറയുന്ന വ്യക്തിയുടെ ആ ഒരു മോശമായ ക്യാരക്ടറാണ്. അപ്പൊ ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ശരിക്കുമല്ല ഇവരുടെ സ്വഭാവം എങ്ങനെയാണ് എന്നുള്ള ആ ഒരു കാര്യം. അതായത് മറ്റുള്ളവരുടെ വിജയത്തെ അംഗീകരിക്കുന്ന ഒരു പേഴ്സൺ ആണോ, അല്ലെങ്കിൽ അതിനെ എപ്പോഴും അസൂയയോട് മാത്രം കാണുന്ന ഒരാളാണോ? ഞാൻ പറയുന്ന അസൂയ എന്ന് പറയുന്നത് ചെറിയ രീതിയിലാണെങ്കിൽ പ്രശ്നമില്ല, വലിയ രീതിയിലാണെങ്കിൽ അത് കുഴപ്പമാണ്. ബിക്കോസ് ഇങ്ങനെ അസൂയ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ ആ ഒരാൾ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അവരുടെ വിജയങ്ങൾ ഇല്ലാതാക്കാനോ വേണ്ടി ശ്രമിക്കാൻ വരെ മനസ്സ് കാണിക്കാമെന്നുള്ളതാണ്. സോ അതും ആ ഒരു സമയത്തുള്ള അവരുടെ പെരുമാറ്റവും കൂടി നിങ്ങളൊന്ന് നോക്കാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ 5ാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇവരെ ഒരുപാട് ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ, അതായത് എല്ലാ കാര്യത്തിലും ഇവരെ എങ്ങനെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് അല്ലെങ്കിൽ എങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് നോക്കുക. ചിലരെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം വിമർശിച്ചാലും അതിന്റെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം എടുക്കും, എന്നിട്ട് അവരുടെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി തിരുത്താൻ ശ്രമിക്കുന്ന ആളുകളുണ്ട്. മറ്റു ചിലർ അങ്ങനെയല്ല, നമ്മൾ അങ്ങോട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിമർശിക്കുമ്പോൾ അതിന്റെ ഇരട്ടിയായിട്ട് ഇങ്ങോട്ട് പറയുന്ന ആളുകളുണ്ട്. അതായത് അവരെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്ത ആളുകളാണ്. അവരൊരു തെറ്റും ചെയ്യില്ല, അവരെപ്പോഴും പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കുന്ന ആളുകൾ, അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണ്. സത്യത്തിൽ അവർ അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ചിന്താഗതിയുള്ള അല്ലെങ്കിൽ അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് വളരെ മോശമായിട്ട് പെരുമാറുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം അവരുടെ സ്വഭാവം അത്ര നല്ലതൊന്നും അല്ല എന്നുള്ളത്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അവരുടെ പെരുമാറ്റ രീതികളിലൂടെ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും യഥാർത്ഥത്തിൽ അവർ എങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളത്. ദെൻ അതിനുശേഷം ഇപ്പൊ നിങ്ങൾ ഒരാളെ പ്രണയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രണയിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അവരോട് ആ ഒരു ഇഷ്ടം തുറന്നു പറയാൻ നിൽക്കുകയാണ്. പരിചയപ്പെട്ടിട്ട് കുറച്ച് നാളേ ആയിട്ടുള്ളൂ. ആ കുറച്ച് നാളുകൾക്കുള്ളിൽ അവരുടെ പെരുമാറ്റം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട്. സോ നല്ല ആളായിരിക്കും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ പോവുമായിരിക്കും. അങ്ങനെ പോകുന്നതിന് മുന്നേ ഇത്തരം സാഹചര്യങ്ങളിലുള്ള അവരുടെ പെരുമാറ്റവും കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിലെല്ലാം നല്ലതാണെന്ന് തോന്നുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രപ്പോസ് ചെയ്യാം എന്ന് കരുതി. ഇപ്പൊ ചിലപ്പോൾ ചില കാര്യങ്ങളിൽ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിലൊക്കെ നെഗറ്റീവായിട്ട് പെരുമാറുന്ന ആളുകളുണ്ടായിരിക്കാം. അതിനെ അത്ര മോശമായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാത്തിലും പെർഫെക്റ്റ് ആയിരിക്കുന്ന ആളുകളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ എല്ലാത്തിലും മോശമായിരിക്കുന്ന ഒരാളെ നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ തന്നെയാണ്. കാരണം ഇപ്പൊ പ്രണയിക്കുന്ന ആളുകൾ എന്നോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച ആളുകൾ എന്നോ മാത്രമല്ല പറയുന്നത്. സമൂഹത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരുടെയും സ്വഭാവം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിന് സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് തന്നെ വിചാരിക്കുന്നു. സോ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്